ഇതിപ്പോൾ നമ്മളൊരു വീടിൻ്റെ സൈഡ് കെട്ടാണ്. ഈ താഴെ കാണുന്ന വീട്ടുകാരല്ല ഇത് കെട്ടണത്, മുകളിലേക്കാണ് വീട്ടുകാരുടെ സ്ഥലത്താണ് കെട്ടണത്. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല ബലമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കളച്ച് നോക്കുമ്പോൾ ഫുള്ള് ലൂസ് മണ്ണാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ കെട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മണ്ണൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ആ ഒരു പടവൊക്കെ ഇങ്ങനെ താഴെ വീണ് പോകും. അപ്പോൾ ഇവിടെ സത്യത്തിൽ ഇപ്പോൾ ഇവിടെ ചെയ്യണത് ഇപ്പോൾ നല്ലോണം കളച്ച് താഴ്ത്തിയിട്ട് ഏകദേശം ഒരു വെട്ടുപാറയുടെ ഒരു ലെവലിലേക്ക് എത്തിയ ഭാഗം ഉണ്ട്. അവിടെ ഇപ്പോൾ നമ്മൾ കുറച്ചൊരു നീളം കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു നീളം കെട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം റിസ്ക്കിൻ്റെ കാര്യം പറഞ്ഞാൽ കല്ലുകൊണ്ട് ആ ഒരു ഇത് പടവിൻ്റെ ഈ സൈഡത്തെ കട്ടിങ് നിന്നിട്ട് വേണം പടുക്കാൻ. കല്ല് താഴെ ഇടാൻ പറ്റില്ല. താഴെ ഇട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരാൾ എടുത്തു തരണം. അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ എനിക്കിപ്പോൾ നിങ്ങളോട് ഈ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതുപോലെ ഒരു കട്ടിങ് അങ്ങനെ കെട്ടുമ്പോൾ പാറ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളതിൽ അടിയിൽ ചെറുതായിട്ടൊരു 2 ഇഞ്ച് ഒരു 3 ഇഞ്ച് മിനിമം ഒരു 3 ഇഞ്ച് കുറഞ്ഞത് കേട്ടോ പറയണത്. 6 ഇഞ്ചാണ് വേണ്ടത്. ഒരു ബെൽറ്റ് കൊടുത്തിട്ട് അതിന് മുള്ളിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കെട്ട് പൊളിഞ്ഞു പോകണേ യാതൊരു പേടിയില്ല. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇവിടെ വെട്ടുപാറുണ്ട്. പക്ഷേ അത് നേരത്തെ കളച്ചിരുന്ന ആളുകൾ കളച്ച് താത്തിയില്ല. അവർ കുറച്ച് കളച്ചിട്ട് ബലമായി എന്ന് പറഞ്ഞ് പോയി. പക്ഷെ നമ്മൾ രാവിലെ ഒന്ന് നോക്കുമ്പോൾ കളച്ച് നോക്കുമ്പോൾ അത് ബലമായിട്ടില്ല, പടവ് പൊളിഞ്ഞു പോകും. അപ്പോൾ എന്താട്ടി അറിയോ, കുറച്ച് ബലമുള്ള ഭാഗത്ത് ഇവിടെ നമ്മൾ കെട്ടി ബാക്കിയുള്ള ഒരാളവിടെ കളക്കാൻ നോക്കി. ഇനിയിപ്പോൾ അവിടെ ആ മൂലക്കൽ പറഞ്ഞാൽ അവിടെ ബലമായിട്ടില്ല, അവിടെ കുറച്ചും കൂടി താത്തണം. താത്താതെ നമ്മൾ ഒപ്പിച്ച് കെട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പണി കിട്ടും. അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടി പണി എടുത്തു കഴിഞ്ഞാൽ സീപ്പാവും. പറഞ്ഞു കൊടുക്കണം, എല്ലാവർക്കും അറിയില്ല കേട്ടോ. അതാണ് അപ്പോൾ ഇതുപോലെ കെട്ടുമ്പോൾ ബലം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബെൽറ്റ് കൊടുക്കാൻ വെച്ചാൽ ഏറ്റവും ബെറ്ററാണ് കേട്ടോ. അതാണ് പറഞ്ഞു വരുന്നത്. ഇതിപ്പോൾ ഈ ചങ്ങായി വന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം അറിയും ചിലർക്കറിയില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെയൊക്കെ പാറയായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഇനി എടുക്കാൻ പോവാണ്. അത് ആ തലക്കൽ കുറച്ച് ഭാഗം പാറില്ലാത്ത ഭാഗമുണ്ട്, അവിടെ കുറച്ചും കൂടെ കളച്ച് താത്തണം. പിന്നെ അവിടെ ഒരു മരത്തിൻ്റെ കുറ്റിയൊക്കെ ഉണ്ട്, ആ കുറ്റി എടുക്കണം. അങ്ങനെ പണികളാണ് ഇവിടെ ചെയ്യണത്. ഇന്നത്തെ പണി ഇതാണ്, ഇന്നത്തെ പരിപാടി.